ഒരിക്കലും ഒരു ക്ഷേത്രവും എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഭാരതത്തിലെ ഒരു ക്ഷേത്രവും ഇത്രയും കുത്തഴിഞ്ഞ ഒരു ക്ഷേത്രം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. സ്വർണം എടുക്കുന്നതിനാണെങ്കിലും കൊടുക്കുന്നതിനാണെങ്കിലും മറ്റു കാര്യങ്ങൾക്ക് കൈകാര്യം ചെയ്തതിന് ഒന്നിനും ഒരു വ്യവസ്ഥയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മഹാക്ഷേത്രത്തിൽ ചിക്കൻ ബിരിയാണി വിളമ്പിയത്. അതിന്റെ ആന്റിക് വാല്യൂ എത്ര? 700 വർഷം പഴക്കമുള്ള സാധനത്തിനെ റീപ്ലേസ് ചെയ്യാണ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം ഉൾപ്പെടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷണം പോകുന്നുവെന്ന പരാതിയും ആരോപണവും നേരത്തെയും പലതവണ ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം ഉള്ളത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം കർമ്മചാരി സംഘം പ്രസിഡന്റ് ശ്രീ ബബ്ലു ശങ്കറാണ്. താങ്കൾ നേരത്തെ നിരവധി തവണ ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ്, തെളിവുകൾ സഹിതം പുറത്തു വന്നിട്ടുള്ള കാര്യമാണ്. സ്വർണം ഉൾപ്പെടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ ക്ഷേത്രത്തിന് പുറത്തേക്ക് പോകുന്നു, കവർച്ച ചെയ്യപ്പെടുന്നു, തട്ടിയെടുക്കപ്പെടുന്നു എന്നുള്ളത് നിയമ പോരാട്ടം വരെ താങ്കൾ നടത്തി. എന്താണ് അവിടുത്തെ അനുഭവം? ക്ഷേത്രത്തിന്റെ നിരവധി വസ്തുക്കൾ പല പ്രാവശ്യമായിട്ട് പല കാര്യങ്ങളും ഇതുപോലുള്ള കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മുൻകാലങ്ങളിൽ നഷ്ടപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് പല കേസുകളും നടന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം അല്ല, അപ്പം ഞാൻ അതിലോട്ട് കിടക്കുന്നില്ല. പക്ഷെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ അതേ സെയിം തിങ് ഈ വീണ്ടും സംഭവിക്കുക എന്നുള്ളത്, ഇപ്പോൾ പൂവട്ടകം നഷ്ടപ്പെട്ടതാണെങ്കിലും ഭഗവാന്റെ രുദ്രാക്ഷമാല പോയതാണെങ്കിലും ഹനുമാൻ സ്വാമിയുടെ രുദ്രാക്ഷമാല പോയതാണെങ്കിലും വെള്ളിക്കണ്ണം പോയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വരികയും അവസാനമായിട്ടാണ് നിവേദ്യ ഉരുളി നഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ പേരിലും കൃത്യമായിട്ടൊരു ക്ലാരിറ്റി ഇന്നും വന്നിട്ടില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങളെല്ലാം അവിടെ ഒരു ഭരണസമിതി, ഒരു ബൃഹത്തായ ഒരു ഭരണസമിതി ഉണ്ട്. അപ്പോൾ ആ ഭരണസമിതിയെ അറിയിച്ചുകൊണ്ട് ഒരു പബ്ലിക് ലിറ്റിഗേഷൻ എന്തുകൊണ്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇത്രയും ആളുകളുടേന്ന് ഭക്തജനങ്ങളുടെയും സാമ്പത്തികമായിട്ടും സ്വർണ്ണമായിട്ടും മറ്റു കാര്യങ്ങളും കളക്ട് ചെയ്തിട്ടും താഴികക്കുടം വെക്കാത്തത്. ഒരു താഴികക്കുടത്തിൻ്റെ സ്പോൺസർ ഞാനാണ്. ഒരു താഴികക്കുടം വെക്കാനുള്ള മഹാഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സ്പോൺസർ. അപ്പോൾ ഇതെല്ലാം കാണിച്ചു കൊടുത്തുകൊണ്ട് ഒരു റെപ്രസെൻറ്റേഷൻ മാത്രമാണ് ഭരണസമിതി കൊടുത്തത്. എന്നാൽ അന്ന് തുടങ്ങിയ എനിക്ക് എതിരെയുള്ള ഒരു വളരെ കർശനമായിട്ടുള്ള ഒരു തരത്തിലും ഒരു മനുഷ്യനെ ജീവിക്കാൻ പറ്റാത്തുള്ള ഒരു കാര്യങ്ങൾ പോയപ്പോഴാണ് ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതിയെ സമീപിക്കുന്നതിൻ്റെ കാരണം ഞാൻ ഇവിടെ നമുക്ക് നീതി ലഭിക്കില്ല എന്ന് 100% ഒരു നീതി നടപ്പാക്കേണ്ട നീതിയുടെ തുലാസുമായിട്ട് പറന്നിറങ്ങി വന്ന ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അങ്ങനത്തെ ഒരു ഭരണസമിതി ഉള്ളപ്പോൾ ഇവിടെ നീതി നടപ്പാക്കാൻ നീതി കിട്ടില്ല എന്ന് നീതിയുടെ ദേവതയുടെ കണ്ണ് ഇവിടെ മാത്രം കെട്ടിവെക്കപ്പെടുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ അന്നു മുതൽ ഇന്ന് വരെ എന്നെ എൻ്റെ സർവീസിൽ കാര്യങ്ങളാണെങ്കിലും എന്നെ വ്യക്തിപരമായിട്ടാണെങ്കിലും ഇതുപോലെ ഒരുപാട് ദ്രോഹങ്ങൾ എന്നെ അവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഒരിക്കലും ഒരു ക്ഷേത്രവും എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഭാരതത്തിലെ ഒരു ക്ഷേത്രവും ഇത്രയും കുത്തഴിഞ്ഞ ഒരു ക്ഷേത്രം ഉണ്ടാകില്ല എന്ന് പറയണം. കാര്യം ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ഒരു തരത്തിലുള്ള കാര്യങ്ങളും സ്വർണം എടുക്കുന്നതിനാണെങ്കിലും കൊടുക്കുന്നതിനാണെങ്കിലും മറ്റു കാര്യങ്ങൾക്ക് കൈകാര്യം ചെയ്തതിന് ഒന്നിനും ഒരു വ്യവസ്ഥയില്ല. മുതൽപ്പടി എന്നുള്ള ഒരു സെക്ഷനാണ്. ആ സെക്ഷനെ ആണ് കസ്റ്റോഡിയൻ, അതും പിന്നെ മാനേജർ എന്ന് പറയുന്ന ആളുമാണ് ഇതിൻ്റെ കസ്റ്റോഡിയൻ. മാനേജർ എന്ന് പറയുന്ന ആൾ ഇവിടുന്ന് പിരിഞ്ഞു പോയിട്ടും കോൺട്രാക്ട് ബേസിസിൽ വീണ്ടും അദ്ദേഹത്തിന് ഇവിടെ നിർത്തുന്നു. എന്തിനാണ്? കഴിവുള്ള എംപ്ലോയീസ്, വേറെ വിദ്യാഭ്യാസ യോഗ്യത നേരത്തെ ഇരുന്ന മാനേജറിനെ ഇന്ന് വെച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതലുള്ള ആളുകൾ ഉണ്ടായിരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. കീ പോസ്റ്റുകളിൽ എല്ലാ സ്ഥലത്തും കോൺട്രാക്ട് ബേസിസിലുള്ള ആളുകളും ഏത് പോസ്റ്റിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ, നിങ്ങളിപ്പോൾ ഏത് പോസ്റ്റ് അവിടുത്തെ നോക്കൂ, കീ പോസ്റ്റിലിരിക്കുന്ന എല്ലാം ഡെയിലി വേജസുകാരാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഡെയിലി വേജസുകാർക്ക് ഒരു പരിധി കൂടുതൽ മാനേജ്മെന്റിനെ എതിർക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ മാനേജ്മെന്റിനോട് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അവർ പറയുന്ന പഞ്ചപുച്ചോടൊക്കെ കേൾക്കാൻ, നാളെ ഞാൻ പെർമനന്റ് ആവുമല്ലോ എന്നുള്ള ഒരു ഇതിൽ അവർക്ക് മിണ്ടാൻ പറ്റില്ല. ഇവർ പറയുന്നതെല്ലാം അക്ഷരാർത്ഥം കേൾക്കണം. ഇവർ സ്വർണ്ണമെടുത്ത് ഇന്ന സ്ഥലത്തേക്ക് മാറ്റി അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോൾ കേൾക്കേണ്ടിയായിട്ട് വരുന്നതാണ് ഡെയിലി വേസ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഇത്തരം കാര്യങ്ങൾക്ക് പോകാൻ സാധിച്ചാൽ ഞാൻ ഒരു പെർമനന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. ഹൈക്കോടതി എനിക്ക് തന്നിരിക്കുന്ന പദവി എന്നെ വിസിൽ ബ്ലോയർ എന്നാണ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര വിസിൽ ബ്ലോയർ എന്നുള്ള ഒരു പദവിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പം അത്തരം കാര്യങ്ങൾക്ക് കോടതി എന്നെ പരിരക്ഷ തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് എനിക്ക് ഒരു ജില്ലാ ജഡ്ജി ചെയർമാനായിട്ടിരിക്കുന്ന ഈ ഭരണസമിതിയിലെ ഇത്തരം കാര്യങ്ങൾ മാൽപ്രാക്ടീസസ് നടക്കുന്നത് എനിക്ക് വ്യക്തമായിട്ട് തുറന്ന് പറയാൻ സാധിച്ചത്, അല്ലെങ്കിൽ തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും എന്നും എപ്പോഴും സത്യമായിക്കൊണ്ടിരിക്കുകയാണ്. എത്ര തന്നെ ഇതിപ്പോൾ
ഒരുപാട് കാര്യങ്ങൾ നടന്നു കഴിയുമ്പോഴാണ് ഒന്ന് പുറത്തേക്ക് വരുന്നത്. പോലീസിനെ സംബന്ധിച്ചാണെങ്കിൽ പോലീസിന് സുരക്ഷയുടെ ഭാഗം അവിടെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യണം. പക്ഷേ അഡ്മിനിസ്ട്രേഷൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ അവർക്കും ഭയമാണ്. അവിടെ ഇരിക്കുന്ന ആളാരാണ് എന്ന് ആലോചിക്കുമ്പോൾ അവർക്ക് അവിടെ പല പ്രതിനിധികളുമുണ്ട്, പലതരത്തിലുള്ള ആളുകളുണ്ട്, സ്റ്റേറ്റിൻ്റെയും സെൻട്രലിൻ്റെ ആളുകളുണ്ടാവും. എന്നാൽ ഈ ഭരണസമിതിയുടെ മുമ്പിൽ അവർ കീഴ്പ്പെട്ടവരെ പോലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മഹാക്ഷേത്രത്തിൽ ചിക്കൻ ബിരിയാണി വിളമ്പിയത്. ഈ ചിക്കൻ ബിരിയാണി വിളമ്പിയതും ആലോചിച്ച് നോക്കണം, അതും ഒരു ഡെയിലി വേജസുകാരനെ കൊണ്ടാണ് പുള്ളി അവിടെ ചെയ്തത്. അപ്പോൾ അന്നും ആ വിഷയവും റേസ് ചെയ്തത് ഞാൻ തന്നെയാണ്. മുൻകാലങ്ങളിൽ ഇതിൻ്റെ പേരിൽ ഒരു എൻക്വയറി നടത്തണമെന്ന് പറഞ്ഞ് അന്ന് ആ എൻക്വയറിയിലേക്ക് പോയിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ ഈ പറഞ്ഞ അപകടം സംഭവിക്കാതിരിക്കുമായിരുന്നു. അപ്പോൾ മുൻകാലങ്ങളിൽ പൂവട്ടക പോയിട്ടുണ്ട്, വെള്ളിക്കണ്ടം പോയിട്ടുണ്ട്, രുദ്രാക്ഷമാല പോയിട്ടുണ്ട്, നിരവധി സാധനങ്ങൾ പോയിട്ടുണ്ട്. വളരെ മുൻപ് ഭഗവാന്റെ നവരത്നമോതിരം വരെ പോയിട്ടുള്ള പത്ര കട്ടിങ്സ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ തരാൻ പറ്റും. അത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് പൂവട്ടയുടെ കാര്യം ചോദിച്ചപ്പോഴും കൗണ്ടറിൽ ഞാൻ എൻ്റെ കേസിനകത്ത് കിടക്കുമ്പോൾ കൗണ്ടറിൽ പറഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്യുകയാണെന്നാണ്. അപ്പം എങ്ങനെയാണ് ഒരു സാധനം അവിടെ നിന്ന് നഷ്ടപ്പെട്ട് അത് റീപ്ലേസ് ചെയ്യുന്നത്? അപ്പം പിന്നെ അതിൻ്റെ ആൻറ്റിക് വാല്യൂ എത്ര? 700 വർഷം പഴക്കമുള്ള സാധനത്തിന് റീപ്ലേസ് ചെയ്യാണ്. ഇത് വലിയൊരു അന്വേഷണത്തിന് പരിധിയിൽ വരേണ്ടതാണ്. ഒരു ജുഡീഷ്യൽ എൻക്വയറി തന്നെ വന്ന് ഇത് എല്ലാ സ്ഥലത്തും പ്രധാനമന്ത്രിക്ക് വരെ ഇതിൻ്റെ ബുള്ളറ്റ് പോയിന്റ്സ് വിട്ടിട്ടുണ്ട്. ഇവിടെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഇത് പരാതിയുമായിട്ട് ഞാൻ കഴിഞ്ഞ കുറേ നാളായിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഈ അവസ്ഥ കാണിച്ചുകൊണ്ട് ഞാൻ എല്ലാ സ്ഥലത്തും കയറി ഇറങ്ങാത്ത ഒരു സ്ഥലവുമില്ല. നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന 13.5 പവനാണ്. പക്ഷേ അതല്ല, ഇത് പല സ്ഥലത്തും പല സമയങ്ങളിലും പല കാര്യങ്ങളും മാറിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ പരിപൂർണ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് ഭരണസമിതിക്ക് മേളിൽ അൺഫോർച്ചുനേറ്റ്ലി ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറിന്റെ താണ്ഡവമാട്ടമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. അപ്പം ഇത് വിശ്വാസികളെ സംബന്ധിച്ച് വേദന ഉണ്ടാകുന്ന കാര്യങ്ങളാണ്.